പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ 5-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവൻ ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒരു യജമാന് 1000 താറാവുണ്ടായിരുന്നു. ആ താറാവിനെയൊക്കെ നോക്കാൻ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യജമാനന്റെ കുഞ്ഞൊരു ദിവസം ഈ താറാവിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് താറാവിനെ കഴുത്ത് ഓടിച്ച് ഒരു താറാവ് ചത്തുപോയി. എന്നാൽ താൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാസൻ അവിടെ നിൽക്കുന്നത് കണ്ടു. കുട്ടി ഭയന്നു. അയ്യോ, ദാസൻ കണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഡെയിലി ഈ ദാസൻ വന്ന് കുഞ്ഞിനെ ഭയപ്പെടുത്തും. നീ ഈ വേല ചെയ്തില്ലെങ്കിൽ നിന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നീ ഈ താറാവിനെ കൊന്നുവെന്ന്. അങ്ങനെ കുട്ടി ഈ ദാസൻ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും പല ജോലികളും ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഈ യജമാനന്റെ കണ്ണിൽ തൻ്റെ കുട്ടി ജോലി ചെയ്യുന്നത് കണ്ടു. ഈ യജമാനൻ വന്ന് കുട്ടിയോട് ചോദിച്ചു: മോനെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഞാൻ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? കുട്ടി ഭയന്ന് വിഷമത്തോടെ അപ്പനോട് പറഞ്ഞു: അപ്പൻ്റെ 1000 താറാവില്ലേ, ആ താറാവിലെ ഒരു താറാവിൻ്റെ കഴുത്ത് കളിക്കുന്ന വഴിക്ക് ഞാൻ ഒടിച്ചു, അത് ചത്തുപോയി. ഇത് ദാസൻ കണ്ടു. പെട്ടെന്ന് യജമാനൻ ചോദിച്ചിട്ട് പറഞ്ഞു: മോനെ, ഈ 1000 താറാവും നിനക്കുള്ളതാണ്. ഈ 1000 താറാവിൻ്റെ ഉടമസ്ഥയും നീയാണ്. നീ ഇവയുടെ ഒക്കെ യജമാനന, നീ ദാസനല്ല. നിനക്ക് ഈ താറാവിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെയും നിന്റെ സ്വന്തമാണ്. നീ ദാസന്റെ കീഴെയല്ല, നീ ദാസന് മേലെയാണ്. എന്ന കുട്ടി വളരെ സന്തോഷവാനായി. അത്രയും ദിവസം താൻ അനുഭവിച്ച ഇൻസെക്യൂരിറ്റി, അത്രയും ദിവസം താൻ അനുഭവിച്ച ഭയം, വിഷമം, പേടി, താൻ ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് താൻ നീറിയ ദിവസങ്ങളൊക്കെ താൻ ഓർത്തു. അങ്ങനെ പിറ്റേ ദിവസം ഈ കുട്ടി ഇരിക്കുന്നത് കണ്ട് ദാസൻ വന്നു. ദാസൻ വീണ്ടും ഭീഷണിപ്പെടുത്തി: നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. കുട്ടി മൈൻഡ് ചെയ്തില്ല. വീണ്ടും പറഞ്ഞു, പക്ഷെ കുട്ടി മൈൻഡ് ചെയ്തില്ല. കുട്ടി തിരിച്ചു പറഞ്ഞു: ഈ താറാവും ഈ കാണുന്ന ബംഗ്ലാവും ഇവയൊക്കെ എൻ്റെതാ. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പൻ എന്നോട് ക്ഷമിച്ചു. ഞാൻ യജമാനൻ്റെ മകനാണ്. യജമാനൻ്റെ മകനായിരിക്കുന്നിടത്തോളം കാലം സർവ്വത്തിനും യജമാനൻ തന്നെ. ദാസൻ ഞെട്ടിപ്പോയി. ഇപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതവും. നാം ഇപ്പോഴും ദാസിത്വത്തിൻ്റെ ആത്മാവിലാണ് ജീവിക്കുന്നത്. ദാസിത്വത്തിൻ്റെ ആത്മാവിലല്ല, അബ്ബാ പിതാവ് എന്ന് വിളിപ്പാനുള്ള തത്വത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മിൽ വസിക്കുന്നു എങ്കിൽ നാം ഇനി മുതൽ ദാസനല്ല, യജമാനനാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണാം, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കടന്നു കാണാം. പക്ഷേ നാം ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ, പാപത്തിൽ നിന്ന് റിപ്പൻറ്റൻസ് പ്രാപിച്ചാൽ പിന്നെ നമ്മെ ഈ പാപം വാഴുകയില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കും: ഞാൻ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ, നീ അങ്ങനെ പറഞ്ഞില്ലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്നിത്യാദി ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും ദാസത്തിൻ്റെ ആത്മാവിനെ വിട്ടുമാറ്റി നിങ്ങൾ പുത്രത്വത്തിൻ്റെ ആത്മാവിലേക്ക് കടക്കുക.